1980-കളിലെ ചങ്ങനാശ്ശേരിയുടെ രാത്രികൾക്ക് മരണത്തിന്റെ നിശബ്ദതയായിരുന്നു. 5 മണി കഴിഞ്ഞാൽ അങ്ങാടി ഒഴിഞ്ഞു തുടങ്ങും. ജനാലകൾ കൊട്ടിയടയ്ക്കപ്പെടും. പാലത്രയിലെ വിജനമായ പാതയിലൂടെ നടന്നു പോകാൻ ചങ്കൂറ്റമുള്ളവർ പോലും ഭയപ്പെട്ട ഒരു കാലഘട്ടം. കാരണം മറ്റൊന്നുമല്ല, എല്ലാവരും പറയുന്നു അവിടെ പോത്തിൻകാൽ പ്രേതം ഇറങ്ങിയിട്ടുണ്ടെന്ന്. ഇത് സ്കൂളിലും ചന്തയിലുമെല്ലാം സംസാരമായിക്കൊണ്ടിരുന്ന ഒരു കാലം. ഒരു ദിവസം രാത്രി കച്ചവടം കഴിഞ്ഞ് മടങ്ങുകയായിരുന്നു ഒരു വ്യാപാരി. പാലത്തിനടുത്തെത്തിയപ്പോൾ ഇരുട്ടിൽ നിന്നും ഒരു രൂപം മുന്നിൽ വന്നു. മങ്ങിയ വെളിച്ചത്തിൽ ആ രൂപം ചോദിച്ചു, ബീഡിയുണ്ടോ എടുക്കാൻ? ഭയം തോന്നിയിട്ടും കച്ചവടക്കാരൻ വിറയ്ക്കുന്ന കൈകളോടെ ഒരു ബീഡി നൽകി. ആ രൂപം ഒരു തീപ്പെട്ടിക്കൊള്ളി ഉരച്ചു. മിന്നിത്തെളിഞ്ഞ ആ വെളിച്ചത്തിൽ കച്ചവടക്കാരൻ താഴേക്ക് നോക്കി. അയാളുടെ ചോര മരവിച്ചുപോയി. മുന്നിൽ നിൽക്കുന്ന രൂപത്തിന്റെ പാദങ്ങൾ മനുഷ്യന്റേതല്ല, മറിച്ച് രോമങ്ങൾ നിറഞ്ഞ പോത്തിന്റെ വലിയ കുളമ്പുകളായിരുന്നു. പേടിച്ചു വിറച്ച കച്ചവടക്കാരൻ സർവശക്തിയും എടുത്തോടി. വഴിയിൽ വെച്ച് മറ്റൊരു മനുഷ്യനെ കണ്ടുമുട്ടിയപ്പോൾ അയാൾ വിളിച്ചു പറഞ്ഞു, പോകണ്ട, അങ്ങോട്ട് പോകണ്ട, അവിടെ പ്രേതമുണ്ട്, ഞാൻ പോത്തിൻകാൽ കണ്ടു. പക്ഷേ ആ മനുഷ്യൻ കുലുങ്ങിയില്ല. അയാൾ സാവധാനം ഒരു തീപ്പെട്ടിക്കൊള്ളി ഉരച്ച് താഴെയിട്ടു. അവിടെയും തെളിഞ്ഞു കണ്ടത് അതേ പോത്തിൻകാൽ. ബോധം കെട്ട് വീണ കച്ചവടക്കാരൻ പിറ്റേന്ന് ഉണർന്നപ്പോൾ തന്റെ പക്കലുണ്ടായിരുന്ന പണമെല്ലാം നഷ്ടപ്പെട്ടതായി മനസ്സിലാക്കി. ഈ സംഭവത്തോടെ ചങ്ങനാശ്ശേരിയിലെ കച്ചവടം നിലച്ചു. ജനങ്ങൾ പുറത്തേക്കിറങ്ങാൻ പേടിച്ചു. ഈ സമയത്താണ് ഐതിഹാസികനായ SI ജോഷ ചങ്ങനാശ്ശേരിയിൽ ചാർജ് എടുക്കുന്നത്. കാര്യങ്ങൾ പഠിച്ച ജോഷയ്ക്ക് ഒരു കാര്യം ഉറപ്പായി, ഇത് ഭൂതമല്ല, മാടനുമല്ല, ബുദ്ധിമാനായ ഏതൊരു കള്ളനാണ്. അദ്ദേഹം ഒരു തന്ത്രം മെനഞ്ഞു. ഒരു രാത്രിയിൽ പഴയൊരു കാളവണ്ടി തയ്യാറാക്കി ജോഷുവ സാധാരണ കാളവണ്ടിക്കാരന്റെ വേഷം കെട്ടി വണ്ടിക്കുള്ളിലെ പടുതയ്ക്കടിയിൽ ആയുധധാരികളായ 3 പോലീസുകാരെ ഒളിപ്പിച്ച് വണ്ടി സാവധാനം പാലത്ര ലക്ഷ്യമാക്കി നീങ്ങി. ഇരുട്ട് കനത്തപ്പോൾ വണ്ടിക്ക് തടസ്സമായി ആ രൂപം പ്രത്യക്ഷപ്പെട്ടു. പതിവ് പോലെ ചോദ്യം വന്നു, ബീഡിയുണ്ടോ? ജോഷ ശാന്തനായി ബീഡി നീട്ടി. അവൻ തീപ്പെട്ടി ഉരച്ച് താഴേക്കിട്ടു. വെളിച്ചത്തിൽ ആ ഭീകരമായ പോത്തിൻകാൽ തെളിഞ്ഞു. സാധാരണക്കാരനെ പോലെ പേടിച്ചോടുന്നതിന് പകരം ജോഷുവ തന്റെ കയ്യിലുണ്ടായിരുന്ന വിസിലിൽ ആഞ്ഞൂതി. നിമിഷനേരം കൊണ്ട് പടുതയ്ക്കുള്ളിൽ നിന്നും പോലീസുകാർ പുറത്തേക്ക് ചാടി. അപ്രതീക്ഷിതമായ ആക്രമണത്തിൽ പകച്ചുപോയ കള്ളനെ അവർ വട്ടം പിടിച്ചു. മനോഹരമായി നിർമ്മിച്ച പോത്തിൻകാൽ വേഷം അഴിഞ്ഞു വീണപ്പോൾ പുറത്തു വന്നത് കൊടും ക്രിമിനലായ ഒരു മനുഷ്യനായിരുന്നു. കൂടെയുണ്ടായിരുന്ന മറ്റൊരാൾ ഇരുട്ടിൽ ഓടിമറിഞ്ഞെങ്കിലും ചങ്ങനാശ്ശേരി വിറപ്പിച്ച ആ പ്രേതം എന്നേക്കുമായി പിടിയിലാവുകയായിരുന്നു. അടുത്ത ദിവസം നേരം വെളുത്തപ്പോൾ ചങ്ങനാശ്ശേരി കണ്ടത് പോലീസിനാൽ ബന്ധിക്കപ്പെട്ട ആ മനുഷ്യ പ്രേതത്തെയാണ്. അതോടെ ജനങ്ങളുടെ പേടി മാറി. അങ്ങാടികൾ വീണ്ടും സജീവമായി. ധീരനായ SI ജോഷയുടെ പേര് നാട്ടിലുടനീളം പുകഴ്ത്തപ്പെട്ടു. ആ പോത്തിൻകാൽ കഥ ഇന്നും ചങ്ങനാശ്ശേരിയുടെ ചരിത്രത്തിലെ ഒരു വീരഗാഥയായി അവശേഷിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇരുട്ടിന്റെ മറവിൽ ഒളിച്ചിരിക്കുന്ന സത്യങ്ങളെക്കാൾ ഭയാനകരമാണ് നമ്മൾ ഭാവനയിൽ കാണുന്ന രൂപങ്ങൾ. വെളിച്ചം വീഴുമ്പോൾ തകരുന്നത് കേവലം ബിംബങ്ങൾ മാത്രമല്ല, നമ്മുടെയൊക്കെ ഉള്ളിലുള്ള അനാവശ്യമായ ഭയങ്ങൾ കൂടിയാണ്. ഞാൻ മിസ്റ്റർ പുഴക്കര. മറ്റൊരു കഥയുമായി വീണ്ടും വരാം. ബൈ ബൈ.